കൂട്ടുകാരെ, ഇന്ന് നമ്മൾ യൂണിവേഴ്സിറ്റി LGSൻ്റെ പാർട്ട് 2 ആണ് ചെയ്യുന്നത്. 10 ക്വസ്റ്റ്യനും റിലേറ്റഡ് ഫാക്ട്സും പറയുന്നുണ്ട്. ശ്രദ്ധിച്ചിരിക്കണം. ക്ലാസ്സിലേക്ക് റിപ്പീറ്റഡ് ആണ്. വളരെ ഈസി ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നേരെ വന്ന് ക്ലാസ്സിലേക്ക് കയറാം. കൈസർ-ഇ-ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ് തിരികെ നൽകാനിടയായ സംഭവം ഏതാണെന്നാണ് ആദ്യത്തെ ചോദ്യം. കൈസർ-ഇ-ഹിന്ദ് പദവി ഗാന്ധിജിക്ക് ലഭിച്ചത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. 1915 ബോവർ യുദ്ധത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ആംബുലൻസ് കോർപ്പ് നടത്തിയത് കൊണ്ടാണ് ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ കൈസർ-ഇ-ഹിന്ദ് പദവി നൽകിയത്. ഏതോ ഒരു സാഹചര്യത്തിൽ ഗാന്ധിജി അത് തിരിച്ചു കൊടുത്തു. അതേതാണെന്ന് സാഹചര്യം എന്നാണ് ചോദ്യത്തിൽ. നോക്കാം. കൈസർ-ഇ-ഹിന്ദ് പദവി ഗാന്ധിജി തിരിച്ചു കൊടുത്തത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയോട് അനുബന്ധിച്ചാണ്. അതിൽ പ്രതിഷേധിച്ചാണ്, ബ്രിട്ടീഷുകാരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തിരിച്ചു കൊടുത്തതാണ് കൈസർ-ഇ-ഹിന്ദ് പദവി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നാണ് 1919 ഏപ്രിൽ 13 പഞ്ചാബിൽ നടന്നു. ഏപ്രിൽ 13 ഡേറ്റ് ഓർത്ത് വെക്കണം. 1919 ഏപ്രിൽ 13 പഞ്ചാബിൽ വെച്ച് നടന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. റൗലത്ത് ആക്ടിനെതിരെ പ്രതിഷേധിക്കാൻ വന്ന് ജാലിയൻ വാലാബാഗിൽ ഒത്തുചേർന്നവരെ ബ്രിട്ടീഷുകാർ വെടിവെക്കാൻ ഉത്തരവിട്ടു. അങ്ങനെ വെടിവെക്കാൻ ഉത്തരവിട്ട ബ്രിട്ടീഷ് ഗവർണറാണ് മൈക്കിൾ ഒഡയർ. എന്നാൽ വെടിവെപ്പിന് നേതൃത്വം നൽകിയതാരാണ്? റെജിനാൾഡ് ഡയർ ആണ്. റെജിനാൾഡ് ഡയർ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഉത്തരവിട്ടത് മൈക്കിൾ ഒഡയറും വെടിവെപ്പിന് നേതൃത്വം നൽകിയത് റെജിനാൾഡ് ഡയറുമാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ചത് ഹണ്ടർ കമ്മീഷനാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചതാണ് ഹണ്ടർ കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. കൈസർ-ഇ-ഹിന്ദ് പദവി തിരിച്ചു നൽകിയത് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടു ഗാന്ധിജിയാണ്. കൂടാതെ സരോജിനി നായിഡുവിനും ഉണ്ടായിരുന്നു, തിരിച്ചു നൽകി. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗത്വം ഉണ്ടായിരുന്ന മലയാളിയായിരുന്നു C. ശങ്കരൻ നായർ. അദ്ദേഹം അത് രാജിവെച്ചു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയോട് പ്രതിഷേധിച്ച്. ഇപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞത്. സർ പദവി ടാഗോർ തിരിച്ചു നൽകി, കൈസർ-ഇ-ഹിന്ദ് തിരിച്ചു നൽകി ഗാന്ധിജിയും സരോജിനി നായിഡുവും, ബ്രിട്ടീഷ് കൗൺസിലിൽ നിന്ന് അംഗത്വം രാജിവെച്ചത് മലയാളിയായ C. ശങ്കരൻ നായർ. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്തത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. 1856 ഓഗസ്റ്റ് 20 ജനിച്ച് 1928 സെപ്റ്റംബർ 20 മരണമടഞ്ഞു. 2 ഡേറ്റ് അടക്കം ഓർത്ത് വെക്കണം. 1856 ഓഗസ്റ്റ് 20, 1928 സെപ്റ്റംബർ 20. മാടനാശാൻ, കുട്ടിയമ്മ എന്നീ ദമ്പതികൾക്ക് മകനായി ജനിച്ചു. വയൽവാരം വീട്ടിൽ, ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ മാടനാശാൻ, കുട്ടിയമ്മ ദമ്പതികൾക്ക് മകനായി ജനിച്ചു. ഭാര്യയുടെ പേര് കാളി. റിപ്പീറ്റ് ചെയ്ത 1856 ഓഗസ്റ്റ് 20, 1928 സെപ്റ്റംബർ 20. 2 ഇമ്പോർട്ടൻ്റ് ആണ്. ജനിച്ച ദിവസവും മരിച്ച ദിവസവും ഓഗസ്റ്റ് 20 സെപ്റ്റംബർ 20 കേരള ഗവൺമെൻറ് ഇദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരേ ഒരു നായകനേ ഉള്ളൂ, നവോത്ഥാന നായകനേ ഉള്ളൂ. അത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്, കേരള ബുദ്ധൻ, 2ാം ബുദ്ധൻ എന്നൊക്കെ
നമുക്കറിയാം അദ്ദേഹം സ്ഥാപിച്ചതാണ് SNDP യോഗം. അതിൻ്റെ ആദ്യത്തെയും ആജീവനാന്ത പ്രസിഡൻറ്റും ശ്രീനാരായണ ഗുരുവാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, വിദേശ രാജ്യത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ഇദ്ദേഹം തന്നെ, ശ്രീലങ്കയുടെയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന സംഭാവനകൾ വർഷമടക്കം പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 1887 അരുവിപ്പുറം ക്ഷേത്രം നിർമ്മിച്ചു. 1887 അരുവിപ്പുറം ക്ഷേത്രം, 1888 ക്ഷേത്രപ്രതിഷ്ഠ നടത്തി. അതിനോടനുബന്ധിച്ച് ക്ഷേത്രയോഗം സ്ഥാപിക്കുന്നത് 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം 1898. SNDP സ്ഥാപിച്ചത് 1903. SNDP 1903. ശിവഗിരി മഠം സ്ഥാപിച്ചത് 1904. ശാരദാ പ്രതിഷ്ഠ നടത്തിയത് 1912. അദ്വൈതാശ്രമം തുടങ്ങിയത് 1913. സംസ്കൃത സ്കൂളും നാരായണ സേവാ സമാജവും 1916 ആരംഭിച്ചു. 1924 സർവമത സമ്മേളനം സംഘടിപ്പിച്ചു. വർഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്താൽ. 1887 അരുവിപ്പുറം ക്ഷേത്രം സ്ഥാപിച്ചു. 88 പ്രതിഷ്ഠ. 1898 ക്ഷേത്രയോഗം. 1903 SNDP യോഗം. 1904 ശിവഗിരി മഠം സ്ഥാപിച്ചു. 1912 ശാരദാ പ്രതിഷ്ഠ നടത്തി. 1913 അദ്വൈത ആശ്രമം സ്ഥാപിച്ചു. 1916 സംസ്കൃത സ്കൂളും 1916 തന്നെ നാരായണ സേവാ സമാജവും സ്ഥാപിച്ചു. 1924 സർവമത സമ്മേളനം സംഘടിപ്പിച്ചു. ചോദ്യം 13. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം എന്ത്? യഥാർത്ഥ പേരെന്താണ്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ചട്ടമ്പി സ്വാമികൾ പരിപൂർണ കലാനിധി, സർവജ്ഞനായ ഋഷി, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, സർവവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, ഷൺമുഖദാസൻ എന്നീ ഒട്ടനവധി വിശേഷണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? പരിപൂർണ കലാനിധി, സർവജ്ഞനായ ഋഷി, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, സർവവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, ഷൺമുഖദാസൻ എന്നെല്ലാം ചട്ടമ്പി സ്വാമികളുടെ വിശേഷണമാണ്. ചട്ടമ്പി സ്വാമികളുടെ ആദ്യ ഗുരുവാണ് പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. ഇദ്ദേഹത്തെ സംസ്കൃതം പഠിപ്പിച്ചത് സുബ്ബജടാപാടികളാണ്. ഹഠയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ ഗുരു തൈക്കാട് അയ്യയാണ്. ഹഠയോഗം പഠിപ്പിച്ചത് തൈക്കാട് അയ്യ സ്വാമികളാണ്. യോഗവിദ്യ പഠിപ്പിച്ചത് സുബ്ബജടാപാടികളാണ്. മർമ്മവിദ്യ പഠിപ്പിച്ചത് ആത്മാനന്ദ സ്വാമികളാണ്. മർമ്മവിദ്യ ആത്മാനന്ദ സ്വാമികൾ. തമിഴ് വ്യാകരണവും വേദാന്തവും പഠിപ്പിച്ചത് സ്വാമിനാഥ ദേശികരാണ്. അപ്പോൾ ആരാണ് സംസ്കൃതത്തിൽ ചട്ടമ്പി സ്വാമിയുടെ ഗുരു എന്ന് പറഞ്ഞാൽ ഉത്തരം എന്ത് പറയും? കമൻറ്റ് ബോക്സിൽ പറയൂ. ചോദ്യം: പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? തോമസ് ഹാർവേ ബാബർ ആണ്. TH ബാബർ പഴശ്ശി കലാപം അടിച്ചമർത്തിയത്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം അഥവാ തുലാം 10 സമരം എന്നറിയപ്പെടുന്നു. 1946 ഒക്ടോബർ 24 ആലപ്പുഴയിൽ നടന്ന സമരമാണ് തുലാം 10 സമരം. എന്തായിരുന്നു കാരണം? അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെയും സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനെതിരെയുമാണ് തുലാം 10 സമരം നടത്തിയത്. 10,000-ഓളം ജനങ്ങൾ രക്തസാക്ഷികളായ ഒരു സമരമായിരുന്നു ഇത്. പ്രധാന നേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. സുഗതൻ, പത്രോസ്, കെ ശങ്കരനാരായണൻ, CK കുമാരപ്പണിക്കർ, TV തോമസ് എന്നിവരൊക്കെ പ്രധാന നേതാക്കളാണ്. സുഗതൻ, പത്രോസ്, കെ ശങ്കരനാരായണൻ, CK കുമാരപ്പണിക്കർ, TV തോമസ്.
ടി.വി. തോമസ് എന്ന് പറഞ്ഞപ്പോഴും ശങ്കരനാരായണൻ എന്ന് പറഞ്ഞപ്പോഴും ഒക്കെ PSC ചോദിച്ച ചോദ്യങ്ങൾ മനസ്സിലേക്ക് വന്നവരുണ്ടോ? പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നത്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആരാണ് ആ സമയത്ത് ദിവാൻ? CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെയാണ് പുന്നപ്ര വയലാർ സമരം നയിച്ചത്. അപ്പോൾ CP രാമസ്വാമി അയ്യരെ പ്രായപൂർത്തിയായവർക്ക് വോട്ടവകാശം നൽകിയത് CP രാമസ്വാമി അയ്യർ ദിവാനായിരുന്ന കാലത്താണ്. പ്രായപൂർത്തി വോട്ടവകാശം CP രാമസ്വാമി അയ്യർ ദിവാനായിരുന്ന കാലത്താണ് അനുവദിച്ചത്. ഇനി പുന്നപ്ര വയലാർ സമരത്തിൻ്റെ സ്മാരകം എവിടെ നിൽക്കുന്നു? എവിടെയാണ് ചോദിക്കാറുണ്ട്. കളർക്കോടാണ്. ആലപ്പുഴയിലെ കളർക്കോടിലാണ് പുന്നപ്ര വയലാർ സ്മാരകം. കളർക്കോട്, ആലപ്പുഴ. തുലാംപത്ത് സമരത്തിൽ പങ്കെടുത്ത മുൻ കേരള മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരം നയിച്ച മുൻ കേരള മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. 16. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന്. ഓർമ്മയുള്ളവർ കമൻറ്റ് ബോക്സിലൊന്ന് ടൈപ്പ് ചെയ്യൂ, ഓർമ്മ നിലനിൽക്കാൻ സഹായിക്കും. ഇവിടെ ചോദ്യം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്നാണ്. ആശിഷ് ജിതേന്ദ്ര ദേശായി. ഇമ്പോർട്ടൻ്റ് ആണ്. ആശിഷ് ജിതേന്ദ്ര ദേശായി. 17. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? തൃശ്ശൂരാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല. 18. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് VP മേനോനാണ്. നമ്മൾ നേരത്തെ LDC എക്സാം എഴുതിയവർക്കറിയാം, ഈ ചോദ്യം അവിടെ ചോദിച്ചിരുന്നു. കഴിഞ്ഞ LDക്ക് ചോദിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ VP മേനോനെ കുറിച്ച് കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. വാപ്പള പങ്കുണ്ണി മേനോൻ എന്ന പാലക്കാട്ടുകാരനായ VP മേനോൻ ഗവർണറായ ആദ്യത്തെ മലയാളിയാണ്. എവിടെയാണ് ഗവർണറായത്? ഒറീസയുടെ ഗവർണറായി. എന്ന് 1952 ഒറീസയുടെ ഗവർണറായി സേവനമനുഷ്ഠിച്ചു. ഇദ്ദേഹം ഡൽഹി സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ ഏകീകരണത്തിന് വേണ്ടി മുഖ്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങളാണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദി ഇൻറ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ദി ഇൻറ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. 19. താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏത്? ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏത്? പോണ്ടിച്ചേരി ഫ്രഞ്ചിൻ്റെ കീഴിലായിരുന്നു. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് പോയിൻറ്റ്സ് കൊടുക്കാം, അറിയാൻ നോക്കൂ. 1664 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആദ്യത്തെ വാണിജ്യ കേന്ദ്രം സൂററ്റിലാണ് സ്ഥാപിച്ചത്. പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നെല്ലാം ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളായിരുന്നു. ഫ്രഞ്ച് അധീനതയിലുണ്ടായിരുന്ന പ്രദേശം പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നിവയാണ്. അവർ 1724 മാഹി കോട്ട നിർമ്മിച്ചു. കടത്തനാട്ട് രാജാവിനെ എതിർത്ത് തോൽപ്പിച്ച് 1725 മാഹിയുടെ ഭരണം നേടി. പിന്നീട് ഫ്രഞ്ചുകാരെ അവിടെ നിന്ന് തുരത്താൻ വലിയ യുദ്ധം തന്നെ വേണ്ടി വന്നു. നമ്മൾ കേട്ടിട്ടുണ്ട് മയ്യഴി ഗാന്ധി എന്നൊക്കെ അല്ലേ. അങ്ങനെ മാഹിയിൽ നിന്ന് 1956 ജൂലൈ 16 പൂർണ്ണമായും ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഴിഞ്ഞുപോയി. എന്നാണ് 1956 ജൂലൈ 16. 20 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം HN കുൻസ്രു, PN പണിക്കർ, ഫസൽ അലി, KM പണിക്കർ. KM പണിക്കരാണ് അല്ലേ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് യൂണിവേഴ്സിറ്റി LGS ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെക്കൻഡ് പാർട്ടാണ്.
പൊതുവെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. എന്നാൽ നമ്മൾ കുറച്ച് ഇയറും ഡേറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കണക്റ്റഡ് ഫാക്ട്സിൽ. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ പരീക്ഷയ്ക്ക് നമുക്ക് 1 മാർക്ക് പോലും പോവാൻ പറ്റുന്ന കാര്യമല്ല അല്ലേ. അപ്പോൾ എല്ലാ ഡേറ്റ് അടക്കം പഠിക്കുക, കണക്റ്റഡ് ഫാക്ട്സ് പറഞ്ഞത് ഓർമ്മയിൽ സൂക്ഷിക്കുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് ഉടനെ വരാം. സീ യു.